ആലപ്പുഴ തകഴിയിൽ യുവതി സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടി. യുവതിയുടെ ആൺസുഹൃത്തും മറ്റൊരാളും പോലീസ് കസ്റ്റഡിയിലായി. യുവാക്കളുമായി പോലീസിന്റെ തെളിവെടുപ്പ് തുടരുന്നു. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, ഈ തെളിവെടുപ്പ് ഇപ്പോഴും തുടരുകയാണോ? കസ്റ്റഡിയിലായ 2 പ്രതികളെയും അവിടെ എത്തിച്ചിട്ടുണ്ടോ? പുതിയ വിവരങ്ങൾ എങ്ങനെ? വർഷ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ കേസിലെ പ്രതി എന്ന് സംശയിക്കുന്ന വ്യക്തിയുമായിട്ട് ഈ സംഭവ സ്ഥലത്തെത്തിയിരിക്കുന്നത്. ഈ തകഴി കുന്നുമേലാണ് ഈ കുഞ്ഞിൻ്റെ മൃതദേഹം സംസ്കരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മറവ് ചെയ്തിരിക്കുന്നതെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിയുമായിട്ട് ഇപ്പോൾ പോലീസ് സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്. കനത്ത പോലീസ് സുരക്ഷയിലാണ് ഇപ്പോൾ ഈ പ്രതികളെ ഉള്ളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനം ഈ ഇരുവരും തമ്മിൽ, ഈ പെൺകുട്ടിയും അതോടൊപ്പം തന്നെ അതിൻ്റെ ആൺസുഹൃത്തും തമ്മിൽ വളരെ പ്രണയത്തിലായിരുന്നു. അതിനുശേഷമുണ്ടായ കുട്ടിയെ കഴിഞ്ഞ ദിവസം പ്രസവത്തിനിടയിൽ മരണപ്പെടുകയോ അല്ലെങ്കിൽ കൊലപ്പെടുത്തുകയോ ചെയ്തു എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് ത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ഈ പ്രസവത്തിന് ശേഷം ഈ പെൺകുട്ടി എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയിരുന്നു. അവിടെ വെച്ച് ഈ പെൺകുട്ടിക്ക് രക്തസ്രാവം ഉണ്ടാകുകയും അത് സംബന്ധിച്ച് പോലീസ് പരിശോധന നടത്തുകയും ചെയ്തു. ഈ പരിശോധനയിലാണ്, ഡോക്ടർമാർ നടത്തിയ പരിശോധനയിലാണ് ചില സംശയങ്ങൾ തോന്നുകയും പൂച്ചാക്കൽ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂച്ചാക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരികയും ഈ 2 പേരെ കസ്റ്റഡിയിലെടുത്തു. അതായത് ഈ പെൺകുട്ടിയുടെ ആൺസുഹൃത്തിനെയും അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിൻ്റെ മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ച മറ്റൊരാളെ കൂടി പോലീസ് കസ്റ്റഡി എടുത്തു. അങ്ങനെ 3 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇതിലൊരാളുമായിട്ടാണ് ഇപ്പോൾ എൻ്റെ തൊട്ടുപുറകിൽ ഇവിടെയാണ് ഈ കുഞ്ഞിനെ മറവ് ചെയ്തതെന്ന് പോലീസ് സംശയിക്കുന്നു. ആ പ്രദേശത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടക്കുകയാണ്. അങ്ങോട്ടേക്ക് കടത്തിവിടാനായിട്ട് പോലീസ് മാധ്യമപ്രവർത്തകരടക്കം അനുവദിക്കുന്നില്ല. എന്തായാലും കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഈ കുഞ്ഞിൻ്റെ ബോഡി റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോലീസ് സംഘം ഇപ്പോൾ അങ്ങോട്ട് പോയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഈ ഒരു ആംബുലൻസും അങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ ആംബുലൻസിൽ കുഞ്ഞിൻ്റെ മൃതദേഹവുമായിട്ട് പോലീസ് മടങ്ങി വരും എന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഈ കേസ് വളരെയധികം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിച്ച ഒരു കേസ് തന്നെയാണ്. സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നുള്ളൊരു വാർത്ത ാണോ അതോ കൊലപാതകമാണോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വ്യക്തതയാണ് നമുക്ക് വരാനുള്ളത്. അതുപോലെ തന്നെയാണ് ഷാജഹാൻ, ഈ ചോദ്യം ചെയ്യലടക്കം മറ്റ് നിർണായക വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുൻപാണ് ഈ സംഭവം ഉണ്ടായത്. അതിനുശേഷമാണ് ഈ ഡോക്ടർമാർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂച്ചാക്കൽ പോലീസ് കേസെടുക്കുന്നതും ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പേരെ കസ്റ്റഡിയെടുക്കുകയും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഇവരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രതിയുമായിട്ട് ഈ തകഴി പഞ്ചായത്തിലെ 10ാം വാർഡിൽ കുന്നമ്മേൽ എത്തിയിരിക്കുന്നത്. ഇവിടെ ഈ പാടത്തിന് സമീപമാണ് ഈ കുഞ്ഞിനെ മറവ് ചെയ്തിരിക്കുന്നതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അത്തരം മൊഴികളാണ് പ്രതിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ മൃതദേഹം റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോലീസ് സംഘം എത്തിയിരിക്കുന്നത്. ശരി, ആലപ്പുഴ തകഴിയിലാണ് സംഭവം. യുവതി സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയിരിക്കുകയാണ്. നിലവിൽ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് തുടരുകയാണ്. വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്.